കഴിഞ്ഞ 2-3 ദിവസമായിട്ട് നിങ്ങളുടെ ഈ ഇടവകയിൽ നിങ്ങളോടൊപ്പം വന്ന് താമസിക്കാനും ഈ പീഠാനുഭവ വാര ശുശ്രൂഷകളിൽ സംബന്ധിക്കാനും ഇടയായതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്നെ ക്ഷണിച്ച നിങ്ങളോടെല്ലാവരോടുമുള്ള പ്രത്യേക നന്ദി, വിശേഷിച്ച് ഇടവക വികാരി അച്ഛനോടുള്ള കൃതജ്ഞത പ്രകാശിപ്പിക്കുന്നു. എന്നെ താമസിപ്പിച്ചത് ശ്രീ സാബു ലൂക്കോസാണ്. അപ്പോൾ 2-3 ദിവസം അവരെന്നെ സഹിച്ചതിനുള്ള ധീരതയ്ക്ക് അവരെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിന് ശേഷം ഉള്ള എല്ലാ വർഷങ്ങളിലും യേശുവിൻ്റെ ക്രൂശീകരണ ദിവസവും ഉയർത്തെഴുന്നേൽപ്പ് ദിവസവും ആദിമ സഭ മുതലേ കൊണ്ടാടിക്കൊണ്ടിരുന്നതാണ്. പീഠാനുഭവാരം മുഴുവൻ സഭയുടെ ഏറ്റവും ശക്തമായ ചിഹ്നം കുരിശാണ്. ഇത്രയും ശക്തമായ ഒരു സിമ്പൽ, ഒരു റിലീജിയസ് സിമ്പൽ മറ്റേതെങ്കിലും ഒരു മതത്തിനും അവകാശപ്പെടാനില്ല. എല്ലാ മതസ്ഥാപകരും ശരിക്കല്ല മരിച്ചത്. മതസ്ഥാപകരുടെ എല്ലാം മരണം അപകട മരണങ്ങളായിരുന്നു, ദുരന്ത മരണങ്ങളായിരുന്നു. ഒരു മതസ്ഥാപകൻ മരിച്ചത് അമ്പേറ്റാണ്. മറ്റൊരാൾ മരിച്ചത് നദിയിലിറങ്ങി ആത്മഹത്യ ചെയ്താണ്, ജലസമാധി. മറ്റൊരാൾ മരിച്ചത് അഹിംസ പ്രസംഗിച്ച് നടന്നു, അവസാനം പന്നിയിറച്ചി കഴിച്ചിട്ട് അതുമൂലമാണ് മരിക്കുക. അങ്ങനെയാണ് മരിക്കുന്നത്. ഗാന്ധിജി മരിച്ചത് വെടിയേറ്റിട്ടാണ്. യേശുക്രിസ്തു കുരിശ് മരണമായിരുന്നു. എല്ലാവരും ഇങ്ങനെയാണ് മരിച്ചതെങ്കിലും എനിക്കൊന്ന് മതസ്ഥാപകരിൽ ശരിയായിട്ട് നേരാവണ്ണം മരിച്ചത് മോശ മാത്രമേ ഉള്ളൂ. 120 വയസ്സ് വരെ ജീവിച്ചിരുന്ന് ഒരു മതം സ്ഥാപിക്കുകയും ആ മതത്തിൻ്റെ പേരിൽ ഒരു രാഷ്ട്രത്തെ രൂപീകരിക്കുകയും കണ്ണിന് കാഴ്ച മങ്ങാതെ തൊലിക്ക് ചുളിവ് വീഴാതെ നല്ല സുമുഖനും അരോഗ ദൃഢഗാത്രനുമായി 120ാമത്തെ വയസ്സിൽ വളരെ ശാന്തമായി മരിച്ചു. അങ്ങനൊരു മതഗുരു മാത്രമേ ഉള്ളൂ. എന്നാൽ ഈ മതഗുരുക്കന്മാരിൽ യേശുക്രിസ്തുവിൻ്റെ മരണകാരണമായ ക്രൂശ് മാത്രമേ ശക്തമായ ഒരു മതചിഹ്നമായിട്ട് അർത്ഥഗംഭീരമായ ഒരു സിമ്പലായിട്ട് കൊണ്ടാടപ്പെടുന്നുള്ളൂ. ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് ക്രിസ്തീയ വിശ്വാസത്തെ അല്ലെങ്കിൽ ക്രിസ്തു മതത്തെ കുരിശിൽ നിന്ന് മാറ്റി ചിന്തിക്കാനേ സാധിക്കത്തില്ല. അത് യേശുക്രിസ്തു തന്നെ പറഞ്ഞതാണ്. ഒരുവൻ എന്നെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിച്ച് എൻ്റെ ക്രൂശെടുത്ത് തൻ്റെ ക്രൂശെടുത്ത് അവനവൻ്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കട്ടെ എന്ന്. അതുകൊണ്ട് യേശുക്രിസ്തു തന്നെ സ്ഥാപിച്ചതാണ് നമ്മളുടെ മതചിഹ്നം കുരിശാണെന്നുള്ളത്. അതുകൊണ്ടാണ് എല്ലാവരും മാലയുടെ അറ്റത്ത് കുരിശ് തൂക്കിയിട്ടിരിക്കുന്നത്. ഇത് കൂടാതെ വേറെ കുരിശുമുണ്ട്, പോട്ടെ. അപ്പോൾ അങ്ങനെ കുരിശ് നമ്മുടെ ജീവിതവുമായിട്ട് വളരെ ബന്ധപ്പെട്ട ഒന്നാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഒരുമിച്ച് ധ്യാനിക്കാനായിട്ട് പോകുന്നത് ദുഃഖ വെള്ളിയാഴ്ച ദിവസം ഉയർന്ന 5 കുരിശുകളെക്കുറിച്ചാണ്. അതിലൊരെണ്ണം നിങ്ങൾക്ക് ഇന്ന് തിരഞ്ഞെടുക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ദുഃഖ വെള്ളിയാഴ്ച ശുശ്രൂഷകളെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. അതിനകത്തെ പാട്ടുകൾ, ചൊല്ലുകളെല്ലാം മുഴച്ചു നിൽക്കുന്ന മുഖ്യ വസ്തു ക്രൂശാണ്. അപ്പോൾ ദുഃഖ വെള്ളിയാഴ്ച നാം കാണുന്ന 5 തരത്തിലുള്ള ക്രൂശുകളെക്കുറിച്ച് വളരെ വേഗത്തിൽ ധ്യാനിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഇന്നത്തെ ധ്യാനം ഉപസംഹരിച്ചു കൊള്ളാം. ഇന്നത്തെ നമ്മുടെ ആരാധനയിലെ ചൊല്ലുകളെല്ലാം തന്നെ അതിന് നിങ്ങൾക്ക് വളരെ സഹായകമാകുകയും ചെയ്യും. ഇത് ക്രിസ്തുമതത്തിൽ മാത്രമല്ല, മറ്റ് മതവിഭാഗക്കാരിലും രാഷ്ട്രീയ രംഗത്തുമെല്ലാം തന്നെ വളരെ ശക്തമായി സ്വാധീനം ചെലുത്തുന്ന ഒരു പ്രതീകമാണ് കുരിശ്.
കേരളത്തിലെ ഒരു മന്ത്രി ചില വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ഒരു മോശപ്പെട്ട കേസിൽ പിടിക്കപ്പെട്ട് പത്രങ്ങളെല്ലാം ഒരുപാട് വാർത്തകൾ അതിനെക്കുറിച്ച് എഴുതി, പ്രതിപക്ഷമൊക്കെ അദ്ദേഹത്തെ വളരെ അപമാനിച്ച് നിർത്തിയിരുന്ന സമയത്ത് ഒരു ദിവസം പത്രക്കാർ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്നെ കാരണമില്ലാതെ ക്രൂശിക്കുകയാണെന്ന് പറഞ്ഞു. അദ്ദേഹം ഒരു മുസ്ലിമാണ്. മറ്റൊരു മന്ത്രി വേറൊരു കള്ളത്തരത്തിൽ പിടിക്കപ്പെട്ട് ജയിലിലായി. അദ്ദേഹം ഒരു ഹിന്ദുവാണ്. അദ്ദേഹവും പറഞ്ഞു, എന്നെ കുറ്റമില്ലാതെ ക്രൂശിക്കുകയാണെന്ന്. അതുകൊണ്ട് ക്രൂശ് ക്രിസ്ത്യാനികൾ മാത്രമല്ല, എല്ലാ മതവിഭാഗങ്ങളും അതിൻ്റെ അർത്ഥം അറിഞ്ഞുകൊണ്ടാണോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല, ഏതായാലും ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഭാരതത്തിൽ ക്രിസ്ത്യാനികളെക്കുറിച്ച് പറയുന്ന ഒരാക്ഷേപം അവർ കുരിശ് കൃഷിക്കാരാണെന്നാണ്. എല്ലായിടത്തും പള്ളികൾ സ്ഥാപിച്ച് അതിൻ്റെ മുകളിൽ കുരിശ് വെക്കുന്നു എന്നുള്ളതാണ്. ദുഃഖവെള്ളിയാഴ്ച ഉയർന്ന ഒന്നാമത്തെ കുരിശ് യൂദായുടേതാണ്. മരത്തിൽ തൂക്കപ്പെട്ട ആദ്യത്തെ കക്ഷി അദ്ദേഹമാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായത്തിൻ്റെ 3 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിലാണ് അദ്ദേഹം മരത്തിൽ തൂങ്ങിയതിനെക്കുറിച്ച് പറയുന്നത്. ഈ യൂദായുടെ കുരിശ് ആത്മനിന്ദയുടെ കുരിശായിരുന്നു. ദ ക്രോസ് ഓഫ് സെൽഫ് കണ്ടംനേഷൻ. ഈ ലോകത്തിൽ ജീവിക്കുന്ന എല്ലാ മനുഷ്യരും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ക്രൂശാനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. ജീവിതത്തിൽ ക്രൂശാനുഭവങ്ങളിലൂടെ കടന്നു പോകാത്ത ഒരു മനുഷ്യനുമില്ല. അത് ഏറ്റവും വലിയ ധനികനാണെങ്കിലും ദരിദ്രനാണെങ്കിലും, ഏറ്റവും വലിയ പണ്ഡിതനാണെങ്കിലും അക്ഷരാഭ്യാസം ഇല്ലാത്തവനാണെങ്കിലും, ഏറ്റവും വലിയ ബുദ്ധിജീവിയാണെങ്കിലും മന്ദബുദ്ധിയാണെങ്കിലും, ജീവിതത്തിൽ ഒരിക്കലല്ലെങ്കിൽ മറ്റൊരിക്കൽ മിക്കവാറും തുടർച്ചയായിട്ട് ക്രൂശാനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. ക്രോസ് ഈസ് ദി സിവിയർ പെയിൻ which we experience in our life. That may be physical, that may be psychological, that may be spiritual. അപ്പം ശാരീരികമായും മാനസികമായും ആത്മീകമായും നമുക്ക് അർഹതപ്പെടാതെയും അറിയാതെയും അവിചാരിതമായും അപ്രതീക്ഷിതമായും നാടകീയമായും പിന്തുടരുന്ന ദുരന്ത പരമ്പരകൾക്ക് ഒറ്റ വാക്കിൽ പറയാവുന്ന പേരാണ് ക്രൂശ് എന്നുള്ളത്. യേശുക്രിസ്തു ദൈവികതയുടെ നിറകുടവും നൈർമല്യത്തിൻ്റെ പരിപൂർത്തിയും നിഷ്കളങ്കതയുടെ ഇരിപ്പിടവും കരുണയുടെ ഉറവിടവും ആയിരിക്കുമ്പോഴും അവൻ്റെ ജനനം മുതൽ ക്രൂശാനുഭവത്തിലൂടെ കടന്നുപോയവനാണ്. ഇവിടെ ഇരിക്കുന്ന പലരും ന്യൂയോർക്കിലെ വലിയ ഹോസ്പിറ്റലുകളിൽ ജനിച്ചവരാണ്. കൊള്ളാം. യേശു ക്രിസ്തു ജനിച്ചത് കന്നുകാലികൾക്കിടയിലാണ്, ഒരു വൈക്കോൽ കൂനയ്ക്കരികിലാണ്. അവനൊരു ആശാരിയുടെ മകനായിട്ട് കൊച്ചിലെ മുതലേ കൊച്ചുളി, ചുറ്റിക, വരകോലുമായിട്ട് വളർന്നു വന്നവനാണ്. വിശന്ന് പരസ്യ ശുശ്രൂഷയുടെ വേളയിൽ വിശപ്പ് സഹിക്കാഞ്ഞിട്ട് അത്തിമരത്തിൻ്റെ ചുവട്ടിൽ ചെന്ന് വല്ലതും പൊഴിഞ്ഞു കിടപ്പുണ്ടോ എന്ന് നോക്കിയവനാണ്. തുടക്കം മുതലേ എതിർപ്പുകളും നിന്ദകളും പരിഹാസങ്ങളും ഏറ്റവനാണ്. സ്വന്തം അമ്മയും സഹോദരങ്ങളും കൂടെ പരസ്യ ശുശ്രൂഷയിൽ നിന്ന് പിടിച്ചുകൊണ്ട് പോയി പെണ്ണ് കെട്ടിക്കാനായിട്ട് ശ്രമിച്ചതാണ്. ഇവൻ എന്തോ മാനസിക തകരാറുണ്ട്, അല്ലെങ്കിൽ 30 വയസ്സുള്ള സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ നാട്ടുകാരുടെ എല്ലാം പഴിയും കേട്ടുകൊണ്ട് നടക്കത്തില്ല എന്ന് സ്വന്തം അമ്മയ്ക്ക് പോലും തോന്നിപ്പോയി. അങ്ങനെയുള്ള ഒരാളാണ്. അതുകൊണ്ട് നമ്മളിവിടെ ഇരിക്കുന്ന എല്ലാവർക്കും വളരെ ആത്മാർത്ഥമായി ചിന്തിച്ചാൽ ഇതുപോലെയുള്ള ക്രൂശാനുഭവങ്ങൾ വളരെയുണ്ട്. എന്നാൽ ഇതിനെ ഒന്ന് തരം തിരിച്ച് മനസ്സിലാക്കുന്നത് നല്ലതാണ്. അതുകൊണ്ടാണ് ഇന്ന് ഈ 5 കുരിശുകളെക്കുറിച്ച് പറയാം എന്ന് ഞാൻ താല്പര്യപ്പെട്ടത്. ഈ യൂദായും മരത്തിലാണ് മരിക്കുന്നത്. ആ കുരിശെന്ന് പറഞ്ഞത് സെൽഫ് കണ്ടംനേഷൻ്റെ
കുരിശാണ്. ദ ക്രോസ് ഓഫ് സെൽഫ് കണ്ടംനേഷൻ, ആത്മനിന്ദയുടെ കുരിശ്. ഞാൻ ഇന്നലെ യൂദായെക്കുറിച്ച് പറഞ്ഞാണ്. ഈ യൂദാ യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരിൽ ഏറ്റവും പ്രമുഖനായിരുന്നു, ചില്ലറക്കാരനല്ല. അദ്ദേഹം ഒരു മാനേജ്മെൻറ്റ് വിദഗ്ധനായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഈ യേശുക്രിസ്തുവിൻ്റെ ആ മൂവ്മെൻറ്റിൻ്റെ ട്രഷററായിട്ട് നിയമിച്ചത്. വേൾഡ് ബാങ്ക് ഗവർണർ എന്ന് പറയുന്നത് പോലെ, ഫെഡറൽ ബാങ്കിൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത് പോലെ, യേശുക്രിസ്തുവിൻ്റെ ആ മൂവിങ് കമ്മ്യൂണിറ്റിയുടെ ഖജാൻജിയായിരുന്നു ഇദ്ദേഹം. കാരണം യേശുക്രിസ്തു ശിഷ്യന്മാർ ഗലീല മുതൽ അനുഗമിച്ച സ്ത്രീകളെ, അനുയായികളൊരു വലിയ സമൂഹമായിട്ടാണ് നീങ്ങുന്നത്. ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ദൈവരാജ്യം പ്രസംഗിച്ചുകൊണ്ട് പോവുകയാണ്. അപ്പോൾ ഈ മീറ്റിങ്ങുകളൊക്കെ ക്രമീകരിക്കണം, ഇവരുടെ എല്ലാം ഭക്ഷണം ക്രമീകരിക്കണം, താമസം ക്രമീകരിക്കണം. ഈ രണ്ട് ശിഷ്യന്മാരെ ഓരോ സ്ഥലങ്ങളിലേക്ക് വേലയ്ക്കായിട്ട് അയക്കുമ്പോൾ അവർക്ക് പോക്കറ്റ് മണി കൊടുത്തയക്കണം. ഇതിൻ്റെ എല്ലാം ചുമതല ആർക്കായിരുന്നു? യൂദായ്ക്കായിരുന്നു. ശിഷ്യന്മാരിൽ ഏറ്റവും കൂടുതൽ അധ്വാനിച്ച മനുഷ്യനാണ്. ആ യേശു സമൂഹത്തിൻ്റെ ഭാരം ഏറ്റവും കൂടുതൽ വഹിച്ചത് ഇദ്ദേഹമാണ്. അത്ര ബുദ്ധിമാനായിരുന്നു. ശിഷ്യന്മാരിൽ യഹൂദനായിട്ടുള്ളത് ഇദ്ദേഹമേ ഉണ്ടായിരുന്നുള്ളൂ. യേശുക്രിസ്തു യഹൂദനായിരുന്നു, യൂദായും തനി യഹൂദനാണ്, കറ കളഞ്ഞ രക്തത്തിൽ കലർപ്പില്ലാത്ത യഹൂദനാണ്. മറ്റുള്ളവരെല്ലാം ഗലീലക്കാരാണ്, അവർ സങ്കരവർഗമാണ്. ഇങ്ങനെ എല്ലാ മേന്മകളും ഉള്ള മനുഷ്യനാണ്. പക്ഷെ എന്തുകൊണ്ട് ഇദ്ദേഹം ഒടുവിൽ ആത്മനിന്ദയിൽ നിന്നാണ് ആത്മഹത്യ ഉണ്ടാകുന്നത്? ആത്മനിന്ദ കൂടുമ്പോൾ രണ്ട് രീതിയിൽ അത് പ്രതികരിക്കും. ഒന്നുകിൽ അത് കൊലപാതകമായിട്ട് മാറും, അല്ലെങ്കിൽ ആത്മഹത്യയായിട്ട് മാറും. അമേരിക്കയിലുള്ളവർ ഇത് രണ്ടും കൂടെ ഒരുമിച്ചാണ് ചെയ്യുന്നത്. ഭാര്യയെ വെടിവെച്ച് കൊന്ന്, 4 വയസ്സുള്ള കുഞ്ഞുങ്ങളെ വെടിവെച്ച് കൊന്ന് സ്വയം നിറയൊഴിച്ച് ആത്മഹത്യ ചെയ്യുക. അത് നിങ്ങളുടെ ഒരു വലിയ കണ്ടുപിടുത്തം. ആ കാര്യത്തിൽ നിങ്ങളെ സമ്മതിച്ചിരിക്കുന്നു. ഇത് ആത്മനിന്ദയുടെ ഫലമാണ്. അത് ആത്മഹത്യയോ കൊലപാതകവുമായിട്ട് മാറും. ഇവിടെ പരിഷ്കാരം കൂടിയതുകൊണ്ട് ഇത് രണ്ടും കൂടെ ഒരു വീട്ടിൽ തന്നെ നടക്കുകയും ചെയ്യും. അതും ഒരു കുരിശുമരണമാണ്. എങ്ങനെയാണ് ഈ സാമ്പത്തിക വിദഗ്ധനായ, മാനേജ്മെൻറ്റ് വിദഗ്ധനായ യൂദ ഇങ്ങനെയൊരു വലിയ ദുരന്തത്തിൽ ചെന്ന് അവസാനിച്ചത്? കാരണം യൂദ യേശുക്രിസ്തുവിൻ്റെ കൂടെ കൂടിയത് തന്നെ തൻ്റെ മാതൃരാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ്. ഇസ്രായേലിൻ്റെ യഥാസ്ഥാപനം. അത് വർഷങ്ങളായിട്ട് ഇവർ റോമ ഗവൺമെൻറ്റിൻ്റെ അടിമത്തത്തിലാണ്. ഈ ദൈവത്തിൻ്റെ സ്വന്തം ജനം അതിൽ നിന്ന് വിമോചിക്കപ്പെട്ട് ഒരു അഖണ്ഡ സ്വതന്ത്ര ഇസ്രായേൽ സ്ഥാപിക്കണം. ആ സ്ഥാപനത്തിന് ദേ നീഡ് എ പൊളിറ്റിക്കൽ മസായ, ആൻഡ് ജീസസ് ഈസ് ദി ആപ്റ്റ് കാൻഡിഡേറ്റ് ഫോർ ദാറ്റ്. പലരും എഴുന്നേറ്റെങ്കിലും, മെശിഹാമാരായിട്ട് രംഗപ്രവേശം ചെയ്തെങ്കിലും എല്ലാ ഗുണങ്ങളും തികഞ്ഞ ഇതുപോലൊരു ചെറുപ്പക്കാരനെ ഇന്ന് വരെ കണ്ടിട്ടില്ല. അതുകൊണ്ട് ഈ തീവ്രവാദി സ്വഭാവമുണ്ടായിരുന്ന യൂദ, ഈ വലിയ അതിബുദ്ധിമാനായ യൂദ യേശുവിൻ്റെ ശിഷ്യനായിട്ട് കൂടുകയായിരുന്നു. യേശുവിൻ്റെ ആ 3.5 വർഷത്തെ പരസ്യ ശുശ്രൂഷയിൽ യൂദ വലിയ സഹായം യേശുക്രിസ്തുവിന് ചെയ്യുകയും ചെയ്തു. അതുകൊണ്ടാണ് അവസാനവും യൂദായെ യേശുക്രിസ്തു തള്ളിക്കളയാഞ്ഞത്, പറഞ്ഞു വിടാഞ്ഞത്. അതുകൊണ്ടാണ്. അത്ര വലിയ സേവനമാണ് അദ്ദേഹം ചെയ്തത്. മുന്നോട്ടിരിക്കാം, മുന്നോട്ടൊക്കെ സ്ഥലമുണ്ട്, മുമ്പിൽ സ്ഥലമുണ്ട്. ഓക്കെ. അപ്പോൾ ഈ യൂദായുടെ പ്രശ്നം, യൂദായുടെ ഒരു വലിയ അഭിലാഷമായിരുന്നു മാതൃരാജ്യത്തിൻ്റെ വിമോചനം എന്നുള്ളത്, ഇസ്രായേലിൻ്റെ വിമോചനം. അതിന് നല്ല ഒരു യഹൂദൻ ഇപ്പോൾ മെശിഹ ആയിട്ട് എഴുന്നേറ്റിരിക്കുന്നു, അവനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു. അതുകൊണ്ട് ഈ യൂദായ്ക്ക് വളരെ വ്യക്തമായ ഒരു പൊളിറ്റിക്കൽ മോട്ടീവ് ഉണ്ടായിരുന്നു. മാതൃരാജ്യത്തിൻ്റെ ലിബറേഷൻ, അതിൻ്റെ ഫ്രീഡം എന്നുള്ളത് യൂദായുടെ ഒരു വലിയ അഭിലാഷമായിരുന്നു. എന്നാൽ യേശുക്രിസ്തു മുന്നോട്ട് വെച്ചത് ദൈവരാജ്യം എന്നുള്ള സങ്കല്പമാണ്. അതൊരു വലിയ ദർശനമാണ്. ആ ദൈവരാജ്യം എന്ന ദർശനത്തിൽ മാതൃരാജ്യം മാത്രമല്ല, ഈ വിശ്വം മുഴുവൻ അടങ്ങിയിട്ടുണ്ട്, മനുഷ്യകുലം മുഴുവനും അടങ്ങിയിട്ടുണ്ട്. അത് ഒരു തലമുറയ്ക്ക് വേണ്ടി ഉള്ളതല്ല, അതൊരു സനാതന സങ്കല്പമാണ് ദൈവരാജ്യം. അത് സാർവത്രികമാണ്, സനാതനമാണ്. അതെല്ലാ കാലത്തേക്കും ഉള്ളതാണ്, എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ളതാണ്, എല്ലാ ദേശത്തിനും വേണ്ടിയുള്ളതാണ്.
അപ്പോൾ യൂദായുടെ അഭിലാഷത്തിന് എന്നെ ട്രാൻസെൻഡ് ചെയ്യുന്ന, അതിനെ ഉല്ലംഘിക്കുന്നതാണ് യേശുക്രിസ്തു മുന്നോട്ട് വെച്ച ദർശനം. ഇത് രണ്ടും തമ്മിലുള്ള സംഘർഷമാണ് യൂദായും യേശുക്രിസ്തുവും തമ്മിലുള്ള സംഘർഷം. നമുക്കത് മനസ്സിലാകുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. യൂദായുടെ അഭിലാഷവും യേശുക്രിസ്തുവിൻ്റെ ദർശനവും തമ്മിലുള്ള സംഘർഷമാണ് ഇവർ തമ്മിലുള്ള ഭിന്നതയിലേക്ക് നയിച്ചത്. നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും ഈ സംഘർഷങ്ങൾ സൃഷ്ടിക്കുന്നത് നമ്മളുടെ അഭിലാഷവും ജീവിത ദർശനത്തിൻ്റെ അഭാവവും തമ്മിലുള്ള പ്രശ്നമാണ്. അഭിലാഷങ്ങളാണ് പലപ്പോഴും നമ്മളെ ജീവിതത്തിൻ്റെ കുരുക്കുകളിൽ കൊണ്ടെത്തിക്കുന്നത്. അത് നടക്കാതെ വരുമ്പോഴാണ് നമ്മളോട് തന്നെ പ്രതികാരം ചെയ്യുന്നത്, ആത്മഹത്യയിലേക്ക് നമ്മളെ നയിക്കുന്നത്. അതുകൊണ്ട് നമ്മളൊക്കെ കുഞ്ഞുങ്ങളെ വളർത്തുമ്പോൾ അവരിൽ അഭിലാഷങ്ങൾ കുത്തി നിറയ്ക്കാനല്ല ശ്രമിക്കേണ്ടത്, അവർക്ക് സ്വന്തമായ ഒരു ജീവിത ദർശനം സ്വാംശീകരിക്കത്തക്ക രീതിയിലുള്ള പ്രതിഭകളായിട്ട് അവരെ വളർത്തിയെടുക്കുകയാണ് വേണ്ടത്. അതുകൊണ്ട് ഈ അഭിലാഷവും ദർശനവും തമ്മിലുള്ള വ്യത്യാസം, ദ ഡിഫറൻസ് ബിറ്റ്വീൻ അംബിഷൻ ആൻഡ് വിഷൻ, അത് വളരെ വലിയ വ്യത്യാസമാണ്. നീ പഠിച്ചിന്നാരാകണം, രാഷ്ട്രീയത്തിൽ ഇറങ്ങി ഇന്ന സ്ഥാനം നേടണം, ഇതൊക്കെ തന്നെ നമ്മുടെ അംബിഷൻസാണ്. അത് നടക്കാതെ ഇരിക്കുക. അതുകൊണ്ട് യേശുക്രിസ്തു ഗിരിപ്രഭാഷണത്തിൽ അവരോട് പറഞ്ഞത്, മുൻപേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടെ ഇതെല്ലാം നിങ്ങൾക്ക് കിട്ടുമെന്നാണ്. അതോടുകൂടി ചേർന്ന് വരുന്ന മറ്റ് കാര്യങ്ങളെ നിങ്ങൾക്ക് ഗുണം ചെയ്യത്തുള്ളൂ. നിങ്ങളുടെ അഭിലാഷങ്ങളുടെ പുറവേ നിങ്ങൾ പോയാൽ, സഭാപ്രസംഗി പറഞ്ഞ പോലെ കൊച്ചു കുട്ടികൾ കാറ്റിനെ പിടിക്കാൻ ഓടുന്നത് പോലെ ഒരിക്കലും നിങ്ങൾക്ക് കാറ്റിനെ പിടിക്കാൻ സാധിക്കത്തില്ല. യു കനോട്ട് ടൈം ദ വിൻഡ്. ഇത് ജീവിതത്തിൽ പലർക്കും സംഭവിച്ചിട്ടുള്ളതാണ്. ന്യൂയോർക്കിലും പലർക്കും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ചിലർ ഈ കൂട്ടത്തിലും ഇരിപ്പുണ്ട്. ഇനിയെങ്കിലും സൂക്ഷിക്കുന്നത് നല്ലതാണ്. അതുകൊണ്ട് വ്യക്തമായ ഒരു ജീവിത ദർശനത്തിന് മാത്രമേ നമ്മളെ ജീവിതത്തിൽ ആരെങ്കിലും ആക്കി തീർക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ ഈ അഭിലാഷം, തൻ്റെ അഭിലാഷം യേശുക്രിസ്തു മുഖേന സാധിക്കത്തില്ല എന്ന് വന്നപ്പോൾ തോന്നിയ ആ ഒരു എതിർപ്പാണ്. അത് വെറും ഒരു കുശുമ്പോ അസൂയയോ അല്ല, ആ ഒരു എതിർപ്പാണ് അദ്ദേഹത്തെ, യേശുവിനെ ഒറ്റിക്കൊടുക്കാൻ ഇദ്ദേഹത്തെ പ്രേരിപ്പിച്ചത്. കാരണം ഒറ്റിക്കൊടുത്താൽ ഈ ശത്രുക്കൾ പിടിക്കാൻ വരുമ്പോൾ ഈ യേശുക്രിസ്തു എന്തെങ്കിലും അത്ഭുതം കാണിച്ച് രക്ഷപ്പെട്ട് റോമ ഗവൺമെൻറ്റിനെതിരായിട്ട് തിരിയും എന്ന് യൂദ താല്പര്യപ്പെട്ടു, അല്ലെങ്കിൽ അങ്ങനെ അദ്ദേഹം മോഹിച്ചുപോയി. യേശുക്രിസ്തുവിനെ യൂദ ഒറ്റിക്കൊടുക്കുന്നു. ഒറ്റിക്കൊടുത്തപ്പോഴോ യേശുക്രിസ്തു അത്ഭുതമൊന്നും കാണിക്കുന്നില്ല, അവർക്ക് പിടികൊടുക്കുകയാണ്. പിടികൊടുത്തു എന്ന് മാത്രമല്ല, ക്രൂശിൽ തറയ്ക്കാനുള്ള തീരുമാനമായി, ഇനിയൊന്നും ചെയ്യാനൊക്കത്തില്ല. അപ്പോൾ ഈ കൺഫ്യൂഷനിൽ നിന്നാണ് ഒരു തെറ്റായ ഡിസിഷൻ, എ റോങ് ഡിസിഷൻ ഇദ്ദേഹം എടുക്കുന്നത്. ദാറ്റ് ഡിസിഷൻ വാസ് പ്യുവർലി റോങ്. അതാണ് നമ്മുടെ മോഹങ്ങളുടെ പുറകെ പോകുമ്പോൾ അത് സാധിക്കാനായിട്ട് നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളാണ് നമ്മെ തെറ്റായ വഴികളിൽ കൊണ്ടെത്തിക്കുന്നത്. അത് ഈ തീരുമാനം പ്രാവർത്തികമായി 30 വെള്ളിക്കാശിന് കച്ചവടം ഉറപ്പിച്ചു, യേശുവിനെ കാണിച്ചു കൊടുത്തു. എവൻഗേലിയോൻ വായിച്ചു കേട്ട വേദഭാഗത്ത് നമ്മളത് കേട്ടതാണ്. യേശുവിനെ ക്രൂശിക്കാനായിട്ട് തീരുമാനിച്ചു. അപ്പോഴാണ് യൂദായ്ക്ക് മനസ്സിലാകുന്നത് തെറ്റാണല്ലോ ചെയ്തത്, യേശുക്രിസ്തു പിടിക്കുകയാണല്ലോ, പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഇനി ഒരു തിരിച്ചുപോക്കില്ല, ഇതെങ്ങനെയെങ്കിലും ഇതിനൊരു പരിഹാരം കാണണം. അതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നു, ഈ 30 വെള്ളിക്കാശും എടുത്തുകൊണ്ട് മഹാപുരോഹിതന്മാരുടെ അടുത്തോടുകയാണ്. ഇത് കൊടുത്ത് വീണ്ടും എങ്ങനെയെങ്കിലും യേശുവിനെ രക്ഷപ്പെടുത്താൻ. അങ്ങനെ ഒരു നല്ല മനുഷ്യനെ ഇദ്ദേഹം, യേശുക്രിസ്തുവിനെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഇദ്ദേഹം പോയത്. ഈ 30 വെള്ളിക്കാശ് തിരികെ കൊടുത്തിട്ട് ആ ഡീല് ക്യാൻസൽ ചെയ്യുക. അവിടെ ചെന്നപ്പം മഹാപുരോഹിതന്മാരെന്നോട് പറഞ്ഞു, എന്താ പറഞ്ഞേ, അതിന് പറ്റത്തില്ല, നമ്മൾ 200 രൂപ മുദ്രപത്രത്തിൽ ബോണ്ട് എഴുതിയൊക്കെ ചെയ്തതാണ്, അതിനി മാറ്റാനൊക്കത്തില്ല. യു കനോട്ട് ഡിലീറ്റ് യുവർ പാസ്റ്റ്.
നമുക്കൊക്കെ നമ്മുടെ ഭൂതകാലത്തെ ഡിലീറ്റ് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്, ഒരിക്കലും സാധിക്കത്തില്ല. അതുകൊണ്ട് ഓരോ തീരുമാനം എടുക്കുമ്പോഴും നമ്മൾ ആലോചിക്കേണ്ടത്, ഈ തീരുമാനം 5 കൊല്ലം കഴിഞ്ഞാൽ, 10 കൊല്ലം കഴിഞ്ഞാൽ, 200 കൊല്ലം കഴിഞ്ഞാൽ, 500 കൊല്ലം കഴിഞ്ഞാൽ ഇതിൻ്റെ വില എന്താണെന്നുള്ളതാണ്. നിങ്ങൾ ഇന്നെടുക്കുന്ന ഒരു തീരുമാനമാണ് ചിലപ്പോൾ നിങ്ങളുടെ ഭാവിയെ മുഴുവൻ ഇരുട്ടിലാക്കുന്നത്. നിങ്ങൾ ഇന്നെടുക്കുന്ന ഒരു ശരിയായ തീരുമാനമാണ് നിങ്ങളുടെ അടുത്ത തലമുറകളെ പോലും നന്മയിലേക്ക് നയിക്കുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. യൂദാ വലിയ ബുദ്ധിമാനാണ്. പുള്ളിയൊരു ഈസ് ആൻ ഇൻ്റലക്ച്വൽ ജയൻറ്റ്. എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു കഥാപാത്രമാണ്. കാരണം യേശുവിൻ്റെ ആ ഒരു സംഘത്തെ മുഴുവൻ 3.5 വർഷം സ്വന്തം എന്നതുപോലെ കൊണ്ടു നടന്ന് അതിൻ്റെ ബേർഡൻ മുഴുവൻ ഏറ്റെടുത്ത ഒരു സാഹസികനാണ്. പത്രോസൊന്നും അത്രയും അറിഞ്ഞിട്ടില്ല, മറ്റൊരു ശിഷ്യന്മാരും അത്രയും വേദന അറിഞ്ഞതല്ല. ഒറ്റിക്കൊടുത്ത യേശുക്രിസ്തുവിനെ രക്ഷിക്കാനായിട്ട് വീണ്ടും ഓടിയവനാണ് യൂദാ. മറ്റ് ശിഷ്യന്മാരാരും അതും ചെയ്തില്ല. ഈ 30 വെള്ളിക്കാശുമായിട്ട് ചെന്ന് അവരോട് വീണ്ടും വാദിച്ചു, എനിക്ക് തെറ്റിപ്പോയി, നമുക്ക് ഈ നിങ്ങളുമായിട്ട് എടുത്ത ആ ഡീലിൽ നിന്ന് ഞാൻ മാറുകയാണ്, നിങ്ങൾ അയാളെ വിടുവിക്കണം. എന്നിട്ട് യൂദാ പറഞ്ഞ വാചകം എന്താണ്? ഐ ബിട്രേ ദി ഇന്നസെൻറ്റ് ബ്ലഡ്. ഞാൻ കുറ്റമില്ലാത്ത രക്തത്തെ കാണിച്ചു കൊടുത്തു. അങ്ങനെ മറ്റേതെങ്കിലും ശിഷ്യന്മാർ പറഞ്ഞു, കുറ്റമില്ലാത്ത രക്തത്തെ വിട്ടിട്ടാണ് ഞങ്ങൾ ഓടിപ്പോയെന്ന് ആരെങ്കിലും പറഞ്ഞു? വളരെ നല്ലൊരു മനുഷ്യൻ, ഇത്രയും നല്ലൊരു മനുഷ്യൻ. പക്ഷെങ്കിൽ എന്താണ് സംഭവിച്ചത്? അദ്ദേഹത്തിന് തൻ്റെ സ്വന്തം കഴിഞ്ഞ നിമിഷത്തെ പോലും മാറ്റാൻ സാധിച്ചില്ല, മായ്ക്കാൻ സാധിച്ചില്ല. യൂദാ നമുക്ക് നൽകുന്ന ഒരു വലിയ താക്കീതാണ്, യു കനോട്ട് ഡിലീറ്റ് യുവർ പാസ്റ്റ്. നിങ്ങളുടെ ഇന്നലകളെ നിങ്ങൾക്കിനിയും ഒരു കാരണവശാലും മായ്ച്ചു കളയാൻ സാധിക്കത്തില്ല. ഇന്ന് 24 മണിക്കൂർ കഴിഞ്ഞാൽ ഇന്നലെയാകും. അതുകൊണ്ട് ഇന്ന് നിങ്ങൾ എടുക്കുന്ന തീരുമാനം തെറ്റിപ്പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഒരിക്കലും നിങ്ങളുടെ അഭിലാഷങ്ങൾ നിങ്ങളുടെ തീരുമാനങ്ങളെ നിയന്ത്രിക്കരുത്. നിങ്ങളുടെ ദർശനമാണ് നിങ്ങളുടെ തീരുമാനങ്ങളെ നയിക്കേണ്ടത്. ഒരിക്കലും നിങ്ങളുടെ അംബിഷൻ നിങ്ങളുടെ ഒരു ഡിസിഷനെ ബാധിക്കരുത്. യുവർ വിഷൻ ഷുഡ് ഡിസൈഡ് യുവർ ഡിസിഷൻസ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ ഈ കുഞ്ഞുങ്ങളെയൊക്കെ സൺഡേ സ്കൂൾ പഠിപ്പിക്കുകയും വീട്ടിലെ അവരെ പരിശീലിപ്പിക്കുകയൊക്കെ ചെയ്യുമ്പോൾ വളരെ വളരെ ബോധപൂർവം വേണം അവരെ വളർത്തിക്കൊണ്ട് വരേണ്ടത്. ചില അഭിലാഷങ്ങളുടെ പുറകെ പോകാനായിട്ട് അവരെ ഉന്തിത്തള്ളി വിടരുത്. അവർ ഭാവിയിൽ ഒന്നുമല്ലാതായി പോകും, കുഴപ്പത്തിലൊക്കെ ചെന്നിക്കാടും. നല്ല ജീവിത ദർശനമുള്ളവരായിട്ട് മാറാനായിട്ട് അവരോട് പറയണം. ഈ മഹാപുരോഹിതന്മാരുമായിട്ട് ഭയങ്കര വാക്കുതർക്കം നടന്നു. അവർ സമ്മതിച്ചില്ല. ഒടുവിൽ യൂദാ എന്ത് ചെയ്തു? ഈ 30 വെള്ളിക്കാശ് അവരുടെ മുമ്പിൽ വെച്ച് തന്നെ ദേവാലയത്തിൻ്റെ മുമ്പിലേക്ക് എറിഞ്ഞു കളഞ്ഞു. ആ കൈക്കൂലി കിട്ടിയ പണം എറിഞ്ഞു കളയാൻ സാധിച്ചു, പക്ഷേ ആ പിഴവ് എറിഞ്ഞു കളയാൻ സാധിച്ചില്ല. എന്നിട്ട് ഈ മഹാപുരോഹിതന്മാരും മൂപ്പന്മാരും കൂടി എന്താ പറഞ്ഞു? ഇത് രക്തവിലയാണ്, ദിസ് ഈസ് ബ്ലഡ് മണി, അതുകൊണ്ട് ഇത് ഭണ്ഡാരത്തിലിടണ്ട, സ്വതരാജ്യ സഞ്ചിയിലിടണ്ട. ജോൺസൺ അച്ഛനല്ലേ ആള്, കാണുമ്പോൾ ചിരിക്കുമെന്നൊക്കെ പറഞ്ഞാലും കൈക്കൂലി വാങ്ങിച്ച പണമെന്ന് പറഞ്ഞാൽ ഇങ്ങനെ വാങ്ങിക്കത്തില്ല. എനിക്കറിയാം ഇയാളുടെ അപ്പനെ എനിക്കറിയാം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നിങ്ങളുടെ വീട്ടിൽ ഒരിക്കലും ബ്ലഡ് മണി കൊണ്ട് കയറരുത്, നിങ്ങളുടെ തലമുറ മുടിഞ്ഞു പോവും. വൃത്തിയുള്ള പണമേ വീട്ടിൽ കൊണ്ട് കയറാവൂ. ഓരോ പണം കയ്യിൽ വരുമ്പോഴും ഇതിനകത്ത് എവിടെയെങ്കിലും രക്തക്കറ പുരണ്ടിട്ടുണ്ടോ എന്ന് നോക്കണം. ഉണ്ടെങ്കിൽ അത് വീട്ടിൽ കൊണ്ട് കയറരുത്, വഴിയിലേ ഇട്ട് നശിപ്പിച്ച് കളഞ്ഞേക്കണം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്തുകൊണ്ടാണ് ഈ മഹാപുരോഹിതന്മാരും മൂപ്പന്മാരും യേശുവിനെ കൊല്ലാൻ പോലും വിരോധമുള്ളവരായിരുന്നിട്ടും ഈ പണം സ്വീകരിക്കാഞ്ഞത്? അത് രക്തം പുരണ്ട പണമാണ്. നമ്മുടെ വീട്ടിലൊക്കെ ഒരുപാട് പണം ഉണ്ടായിട്ടും ദുരന്തങ്ങൾ മാറാത്തത് എന്താണ്? സമാധാനമില്ലാത്തത് എന്താണ്? ഈ കൊണ്ടുകയറിയ പണം നല്ലൊരു പങ്കും രക്തം പുരണ്ട, ആരുടെയോ ചോര പുരണ്ട പണമാണ് വീട്ടിലിരിക്കുന്നത്. ഇത് നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഈ ആവർത്തന പുസ്തകം 23-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്, വേശ്യയുടെ കൂലിയും നായയുടെ വിലയും
നേർച്ചയായിട്ട് ശ്രീഭണ്ഡാരത്തിൽ ഇടരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് യൂദായുടെ പണം അവർ സ്വീകരിക്കാഞ്ഞത്, ശ്രീഭണ്ഡാരത്തിൽ ഇടാഞ്ഞത്. അത് അന്തസ്സുള്ള പണമല്ല, നീതിയുള്ള പണമല്ല, വൃത്തിയുള്ള പണമല്ല. അതുകൊണ്ട് പണം സമ്പാദിക്കാനാണ് എല്ലാവർക്കും താല്പര്യം. നല്ലതാണ്. എന്നാൽ സമ്പാദിക്കുമ്പോഴെപ്പോഴും ശ്രദ്ധിച്ചോണം, അതിൽ മറ്റാരുടെയെങ്കിലും ചോര പുരണ്ടിട്ടുണ്ടോ, വേറെ ആരുടെയെങ്കിലും അന്നം മുട്ടിച്ചിട്ടാണോ ഞാൻ ഈ പണം നേടുന്നത് എന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. അങ്ങനെ ചോരക്കറ പരണ്ട പണമാണെങ്കിൽ അതിൻ്റെ അനുഭവം നിങ്ങൾക്കുണ്ടാകും. അത് അനുഭവിച്ച് തീർന്നിട്ടേ ഇവിടുന്ന് പോകത്തുള്ളൂ. അത് നിങ്ങൾ മാത്രമല്ല, നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുന്നവരും അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് ഓരോ പൈസ വരുമ്പോഴും അത് നീതിപൂർവമായിരിക്കണം. നമ്മൾ അധ്വാനിച്ചതിൽ അല്പം കുറഞ്ഞു കിട്ടിയാലും മതി, അത് പൊലിക്കും. വീട്ടിൽ കൊണ്ടുവന്നാൽ പൊലിക്കും. നീതിയുള്ള പണമാണെങ്കിൽ വീട്ടിൽ കൊണ്ടുവന്നാൽ പൊലിക്കും. പൊലിക്കുക എന്ന് പറഞ്ഞാൽ ആ വാക്കിൻ്റെ അർത്ഥം അറിയാം. അത് 100, 60, 30 മേനിയായിട്ട് ഒരുപാട് അത് വർദ്ധിച്ചോളും. നീതി അല്ലാത്തതൊന്നും നമ്മുടെ വീട്ടിൽ വന്ന് കയറരുത്. ഈ ദുഷ്ടന്മാരായ മഹാപുരോഹിതന്മാരും മൂപ്പന്മാരും പോലും പറഞ്ഞു, ഈ പണം നമ്മുടെ സ്തോത്രരാജ്യ സഞ്ചിയിൽ വീഴരുത്, കാരണം ഇത് രക്തത്തിൻ്റെ പണമാണ്. അവസാനത്തെ പിടിവള്ളിയും യൂദായിക്ക് നഷ്ടപ്പെട്ടപ്പോഴാണ് യൂദ ആത്മഹത്യ ചെയ്തത്. അതുകൊണ്ട് ഈ ആത്മഹത്യ ചെയ്യുന്നവർ, കൊലപാതകം നടക്കുന്നവർ, അവരുടെ അവസാനത്തെ പിടിവള്ളിയും നഷ്ടപ്പെട്ടവരാണ്. ആ സമയത്ത് ആരെങ്കിലും അവരെ ഒന്ന് ഏറ്റെടുക്കാമെങ്കിൽ, അപ്ഹോൾഡ് ചെയ്യാമെങ്കിൽ, അവർക്കൊരു നല്ല കൗൺസിലിംഗ് കൊടുക്കാമെങ്കിൽ അവരെ രക്ഷപ്പെടുത്താം. ഈ സമയത്ത് യൂദായെ കയ്യേൽക്കാൻ ആരുമില്ലായിരുന്നു. യേശുക്രിസ്തു പിടിക്കപ്പെട്ടു, മറ്റ് ശിഷ്യന്മാർ ഓടിപ്പോയിരുന്നു. ഹി വാസ് ഓൾ അലോൺ. നോബഡി ഈസ് ദെയർ ടു ഹെൽപ്പ് ഹിം, ടു കൗൺസിൽ ഹിം. അതാണ് അവൻ ആത്മനിന്ദയിലെ, ഞാൻ ജീവിക്കാൻ യോഗ്യനല്ല, ഞാൻ ഇനി നിലനിൽക്കാനേ അവകാശമില്ല, എൻ്റെ അഭിലാഷങ്ങളെല്ലാം പോയി. അവൻ പോയി ആത്മഹത്യ ചെയ്യുമായിരുന്നു. അതുകൊണ്ട് ഇതൊരു കുരിശാണ്. ഇങ്ങനെ ക്രൂശ് വഹിക്കുന്ന ആളുകളുണ്ട്. അഭിലാഷങ്ങളുടെ പുറകെ പോയി തെറ്റായ തീരുമാനങ്ങളെടുത്ത് കയ്യിൽ ചോരക്കറ പുരണ്ട് ആത്മനിന്ദയുടെ പടുകുഴിയിലെത്തി മറ്റ് മാർഗങ്ങളൊന്നുമില്ലാതെ ആത്മഹത്യ ചെയ്യുന്നവരുണ്ട്. അവരൊന്നുകിൽ ആത്മഹത്യ ചെയ്യും, അല്ലെങ്കിൽ കൊലപാതകം നടത്തിയിട്ട് ജയിലിൽ പോയി കിടക്കും ജീവപര്യന്തം. ഇങ്ങനെയുള്ള കുരിശുകൾ ഒഴിവാക്കാനായിട്ട് ശ്രമിക്കേണ്ടത് ആവശ്യമാണ്. രണ്ടാമത്തെ കുരിശ് ഇടതുവശത്തെ കള്ളൻ്റെ കുരിശാണ്. ദി ക്രോസ് ഓഫ് ഇഗ്നറൻസ്, അജ്ഞതയുടെ കുരിശ്, അറിവില്ലായ്മയുടെ കുരിശ്. സമൂഹത്തിൽ എങ്ങനെയാണ് ഒരു പൗരനായിട്ട് ജീവിക്കേണ്ടത് എന്ന് ഈ ഇടതുവശത്തെ കള്ളൻ അറിയത്തില്ലായിരുന്നു. അവനൊരു സാമൂഹിക വിരുദ്ധനായിട്ട്, ദുഷ്പ്രവർത്തിക്കാരനായിട്ട്, ഒരു കൊള്ളക്കാരനായിട്ട് ജീവിച്ചവനാണ്. അതൊരു അജ്ഞതയാണ്. എന്ന് മാത്രമല്ല, പിടിക്കപ്പെടാതെ എങ്ങനെയാണ് ഇരിക്കേണ്ടതെന്നും അവൻ അറിയത്തില്ലായിരുന്നു. നമ്മുടെ ക്രിസോസ്റ്റം തിരുമേനി ഒരിക്കൽ കണ്ണൂർ ജയിൽ സന്ദർശിച്ചപ്പോൾ അവിടുത്തെ തടവ് പുള്ളികളൊക്കെ വന്ന് കണ്ട് സംസാരിക്കുകയും അനുഗ്രഹം വാങ്ങിക്കുകയൊക്കെ ചെയ്തു. അപ്പം ഒരു വലിയ കൊലപ്പുള്ളി വന്നില്ല. അവൻ മാറി ഒളിച്ചിരുന്നു. തിരുമേനിക്ക് അവനെ കാണാം. അപ്പം തിരുമേനി പറഞ്ഞു, നീ എന്താ വരാതിരിക്കുന്നത്? നിന്നെ പിടികിട്ടി, അതുകൊണ്ട് നീ ജയിലിലായി. എന്നെ പിടികിട്ടിയില്ല, അതുകൊണ്ട് ഞാൻ പുറത്ത് സ്വതന്ത്രനായിട്ടിരിക്കുന്നു. അത് കേട്ടപ്പോൾ അവൻ എഴുന്നേറ്റ് വന്നു. അപ്പോൾ എന്നേക്കാൾ വലിയൊരു കള്ളനാണല്ലോ പുറത്ത് നിൽക്കുന്നത്. അവനങ്ങനെ സന്തോഷമായിട്ട് വന്നു. അപ്പോൾ ഈ ഇടതുവശത്തെ കള്ളൻ്റെ രണ്ടാമത്തെ അജ്ഞത, അവൻ തെറ്റ് ചെയ്തു എന്ന് മാത്രമല്ല, തെറ്റ് ചെയ്തിട്ടും അതെങ്ങനെ പിടിക്കപ്പെടാതെ ഇരിക്കണം. നമ്മൾ പല പുള്ളികളും ഇന്ന് പള്ളിയിലൊക്കെ വന്നിരിക്കുന്നത് പിടിക്കപ്പെടാത്തത് കൊണ്ടാണ്. നമുക്കറിയാം എങ്ങനെ അതിൽ നിന്ന് രക്ഷപ്പെടണമെന്നൊക്കെ അറിയാം. അതുകൊണ്ട് ഇങ്ങനെ ഇന്ന് ദുഃഖവെള്ളിയാഴ്ച ആയതുകൊണ്ടെന്നാൽ ഇന്ന് പള്ളിയിലൊന്ന് പോയി അങ്ങനെ വന്ന. അപ്പോൾ ആ കാര്യത്തിലും ഇവൻ അജ്ഞനായിരുന്നു. ഇവൻ്റെ ഏറ്റവും വലിയ അജ്ഞത, ഇവൻ്റെ തൊട്ടടുത്ത ക്രൂശിൽ കിടക്കുന്നവനെ ഇവൻ തെറ്റിദ്ധരിച്ചു എന്നുള്ളതാണ്. അയാളെ ശരിക്കും മനസ്സിലായില്ല. ഇയാൾ ചെയ്ത ഏറ്റവും വലിയ ഇയാളുടെ ഇഗ്നറൻസ് അവിടെയാണ്. യേശുക്രിസ്തുവിൻ്റെ കുരിശാണ് തൊട്ടടുത്തുള്ളത്. ഈ ക്രൂശിക്കപ്പെടുന്നവർ ഈ അടിയും ഇടിയും കൈകാലുകളിൽ ആണി അടിക്കുകയൊക്കെ ചെയ്യുമ്പം വേദന സഹിക്കാൻ വയ്യാഞ്ഞിട്ട്
ഈ ക്രൂശിക്കുന്നവരെ പ്രാകും, അല്ലെങ്കിൽ ഇതിന് കാരണക്കാരായ ഒറ്റിക്കൊടുത്തവരെ പ്രാകും. ഈ തൊട്ടടുത്ത് കിടക്കുന്ന മനുഷ്യൻ ഇതൊന്നും ചെയ്യുന്നില്ല. വളരെ ശാന്തനായി, സൗമ്യനായി, ധ്യാനനിരതനായാണ് ഈ ക്രൂശ് വഹിക്കുന്നത്. അതിൻ്റെ മനോഹാരിത, അതിലെ ദിവ്യത ഈ മനുഷ്യന് മനസ്സിലായില്ല. എന്നിട്ട് അവൻ എന്തു ചെയ്തു? ഈ അജ്ഞതയിൽ നിന്നാണ് അവൻ യേശുവിനെ നിന്ദിക്കുന്നത്. നീ ദൈവോത്തരനാണെന്നല്ലേ പറഞ്ഞത്, ആണെങ്കിൽ നീ തന്നെ തന്നെ രക്ഷിക്കാൻ, ഞങ്ങളെയും രക്ഷിക്കാനായിട്ട് പറഞ്ഞു. ആ ക്രൂശീകരണത്തോടെ അവൻ മരിക്കുകയാണ്. ഹിയർ എൻഡ്സ് ദ ലെസൺ. ആ പാഠം അവിടെ അവസാനിച്ചു. അപ്പം ഇങ്ങനെ ഈ അജ്ഞതയിൽ ജീവിതകാലം മുഴുവൻ ജീവിച്ച് ക്രൂശ് വഹിച്ച് അസ്തമിക്കുന്ന ആളുകളുണ്ട്. അതുകൊണ്ട് ഈ അജ്ഞതയിൽ നിന്നുള്ള ഒരു പ്രബുദ്ധത, ഒരു എൻലൈറ്റൻമെൻറ്റ് നമുക്ക് വളരെ ആവശ്യമാണ്. ജീവിതത്തെക്കുറിച്ചുള്ള ശരിയായ ജ്ഞാനമില്ലാതെ, വിസ്ഡമില്ലാതെ, എൻലൈറ്റൻമെൻ്റ് ഇല്ലാതെ ജീവിതത്തിൻ്റെ ദുരന്തതകളുടെ പരമ്പരയിൽപ്പെട്ട് നെടുവീർപ്പിട്ട് ജീവിതം അവസാനിപ്പിക്കുന്ന ഭാഗ്യദോഷികൾ വളരെയുണ്ട്. അറിവില്ലായ്മ. മൂന്നാമത്തേത് കുരിശ്, വലതുഭാഗത്തെ കള്ളൻ്റെ കുരിശാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 22-ാം അധ്യായത്തിൻ്റെ 40 മുതൽ 42 വരെയുള്ള. ആൻഡ് ദാറ്റ് ഈസ് ദ ക്രോസ് ഓഫ് റിപ്പൻറ്റൻസ്. അത് അനുതാപത്തിൻ്റെ കുരിശാണ്, മാനസാന്തരത്തിൻ്റെ കുരിശാണ്. ഈ വലതുഭാഗത്തെ കള്ളൻ, അവന് ദുഷ്പ്രവർത്തിക്കാരനാണ്. അവൻ പിടിക്കപ്പെട്ടു, കോടതിയിൽ കേസ് തെളിഞ്ഞു, അവനെ ക്രൂശിക്കാനായിട്ട് വിധിച്ചു. അവനെ അന്ന് ക്രൂശിക്കുകയാണ്. പക്ഷെ അവൻ ക്രൂശിൽ കിടന്ന് വേദനയൊക്കെ അനുഭവിച്ചപ്പോൾ, നിലവിളിക്കുകയും പ്രാകുകയൊക്കെ ചെയ്തപ്പോൾ, അവൻ്റെ ഇടതുവശത്ത് ഒരു ചെറുപ്പക്കാരൻ ക്രൂശിൽ കിടക്കുന്നു. അവൻ ഇതൊന്നും ചെയ്യുന്നില്ല. അവൻ വളരെ ശാന്തനായി ക്രൂശ് മരണം മരിക്കുകയും തന്നെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്നറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ. എടാ, ഇങ്ങനെ ഒരു ക്രൂശീകരണോ? ഇതെന്തോ കള്ളനാ? അതുകൊണ്ട് ഇവൻ ക്രൂശിൽ കടന്നുകൊണ്ട് തന്നെ തൊട്ടടുത്ത യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തെ വളരെ ഗൗരവത്തിൽ നിരീക്ഷിക്കുകയും ജാഗ്രതയോടുകൂടെ അത് മനസ്സിലാക്കാൻ ശ്രമിക്കുകയും അതിൽ നിന്ന് ഇവൻ പാഠങ്ങൾ ഉൾക്കൊള്ളുകയും ചെയ്യുകയാണ്. ഇടതുവശത്തെ കള്ളൻ യേശുവിനെ നിന്ദിച്ചപ്പോൾ ഈ വലതുവശത്തെ കള്ളൻ അവനെ ശാസിക്കുന്നു. നമ്മൾ ക്രൂശിക്കപ്പെട്ടത് നമ്മൾ ചെയ്ത തെറ്റിൻ്റെ ഫലമാണ്. ഇവൻ എന്ത് തെറ്റ് ചെയ്തു? ഇവൻ ഒരു തെറ്റും ചെയ്തില്ല. എന്നിട്ട് അവൻ യേശുവിൻ്റെ നേരെ തിരിഞ്ഞു പറയുന്നു, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ഓർത്തുകൊള്ളണം. അവൻ്റെ ജീവിതത്തിൻ്റെ ഈ നെടുനാള നടത്തിയ ദുഷ്പ്രവർത്തികൾ അവന് നൽകിയ അന്ധകാരം, അതിൻ്റെ ദുരന്ത പര്യവസാനമെല്ലാം ഒരു സെക്കൻഡ് നേരത്തെ നൊടിയിടയിലെ ആത്മപ്രകാശനത്തിലൂടെ മറികടക്കുകയാണ്. 1000 വർഷമായി ഇരുട്ട് നിറഞ്ഞിരുന്ന ഒരു മുറിയിൽ വെളിച്ചം വരാൻ ഒരു തീപ്പെട്ടിക്കൊള്ളി വരച്ചാൽ മതി. ഒറ്റ സെക്കൻഡ് കൊണ്ട് ആ മുറി പ്രകാശമാനമാകും. 1000 വർഷമായിട്ടത് ഇരുട്ട് നിറഞ്ഞു കിടന്ന ഗുഹയാണ്. അവിടെ ഒരു തീപ്പെട്ടിക്കൊള്ളി വരച്ച് കാണിക്കുമ്പോൾ, ഒരു ടോർച്ച് തെളിക്കുമ്പോൾ അത് പ്രകാശമാനമായി കഴിഞ്ഞു. അതുകൊണ്ട് കഴിഞ്ഞ നെടുനീള വർഷങ്ങളിൽ നിങ്ങൾ അജ്ഞതയിലും പാപത്തിലുമാണ് കഴിഞ്ഞതെങ്കിലും ഒരൊറ്റ നിമിഷത്തെ അവേക്കനിങ് കൊണ്ട്, എൻലൈറ്റൻമെൻറ്റ് കൊണ്ട് നിങ്ങൾക്ക് ഈ സത്യപ്രകാശത്തിലേക്ക് വരാൻ സാധിക്കും. നിങ്ങൾ മനസ്സ് വെച്ചാൽ മതി. ഈ വലതുഭാഗത്തെ കള്ളൻ്റെ ക്രൂശിൽ അതാണ് സംഭവിച്ചത്. അവൻ്റെ ജീവിതകാലം മുഴുവൻ അവൻ ദുഷ്പ്രവർത്തിക്കാരനായിരുന്നു. അവൻ സമൂഹത്തിന് ദോഷം ചെയ്തുകൊണ്ട് ജീവിച്ച ഒരു ആൻറ്റി സോഷ്യൽ എലമെൻ്റ് ആയിരുന്നു. ആൻഡ് ഹീ ഈസ് എ ക്രിമിനൽ ഇൻ ഫ്രണ്ട് ഓഫ് ദ കോർട്ട്. അങ്ങനെയെല്ലാം ഉള്ള മനുഷ്യനാണ്. പക്ഷേ ഇതാ അവൻ മരണത്തിന് തൊട്ട് മുൻപ് ഒരു നിമിഷ നേരത്തെ ധ്യാനം കൊണ്ട് അവൻ പ്രകാശത്തിലേക്ക് ഉയരുക. And this is the cross of enlightenment, repentance.
അതുകൊണ്ട് നമ്മുടെ ഈ വിശുദ്ധ കുർബാനയുടെ ശുശ്രൂഷകളാണെങ്കിലും ഇന്ന് ദുഃഖ വെള്ളിയാഴ്ചയുടെ ശുശ്രൂഷകളാണെങ്കിലും എല്ലാം ശ്രദ്ധിച്ചാൽ അതിനകത്ത് ഒരു 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 റിപ്പൻറ്റൻസിൻ്റെ ഒരു ടോണാണുള്ളത്. നിങ്ങളത് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എല്ലാം അനുതാപത്തിൻ്റെ ഒരു അന്തർധാരയിലാണ് ആ പ്രാർത്ഥനകളെല്ലാം ക്രമീകരിച്ചിരിക്കുന്നത്. വിശുദ്ധ കുർബാനയിലാണെങ്കിലും ആദ്യാവസാനം അനുതാപത്തിൻ്റെ ഒരു അന്തർധാരയുണ്ട്. ഏറ്റവും അവസാനം പോലും പട്ടക്കാരൻ എന്താ പറയുന്നത്? ബലഹീനനും പാപിയുമായ അടിയാൻ ഞാൻ, നിങ്ങളുടെ പ്രാർത്ഥനയാൽ ഞങ്ങൾക്ക് കരുണയും സഹായവും ലഭിക്കാൻ നിങ്ങൾ സന്തോഷിച്ച് ആനന്ദിച്ച് സമാധാനത്തോടു പോയി ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. അതുകൊണ്ട് ജീവിതത്തിൽ നമ്മൾ ദുരന്തങ്ങളൊക്കെ വരുമ്പോൾ എനിക്ക് എന്തുകൊണ്ട് ഇതിങ്ങനെ സംഭവിച്ചു എന്ന് അന്വേഷിച്ച് പലയിടത്തും പുണ്യസ്ഥലങ്ങളിലൊക്കെ പോകാതെ ജ്യോത്സ്യന്മാരെ സമീപിക്കാതെ നമുക്ക് തന്നെ ഒരു അനുതാപം ആവശ്യമുണ്ട്. എൻ്റെ ജീവിതത്തിൽ എവിടേക്കോ ഞാൻ വീണു പോയിട്ടുണ്ട്, അത് ഞാൻ തിരുത്തേണ്ട ഒരു ആവശ്യമുണ്ടെന്ന് ഉള്ള ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകാമെങ്കിൽ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് നമുക്ക് വലിയ നന്മ കൊണ്ടുവരും, വലിയ ദൈവികതയിലേക്ക് നമുക്ക് ഉയരാനായിട്ട് സാധിക്കും. യേശു ക്രിസ്തു അവനോട് എന്താ പറഞ്ഞത്? നീ ഇന്ന് എന്നോടുകൂടെ പറുദീസായിലിരിക്കും. 1 മാസം കഴിഞ്ഞിട്ടല്ല, ഇന്ന് തന്നെ. അതുകൊണ്ട് നമ്മൾ എപ്പോഴാണോ ദൈവസന്നിധിയിൽ ചെന്ന് ഏറ്റുപറയുന്നത് അപ്പോൾ തന്നെയാണ് സ്വീകരിക്കപ്പെടുന്നത്. മുടിയനായ പുത്രൻ വർഷങ്ങൾ കഴിഞ്ഞാണ് മടങ്ങി വരുന്നത്. നീ ഏതായാലും 20 വർഷം പുറത്തായിരുന്നല്ലോ, ഇനി നീ ഒരു 5 വർഷം കന്നുകാലികളെ കെട്ടുന്ന എരുത്തിൽ താമസിക്ക്, കൊള്ളാമെങ്കിൽ അകത്തോട്ട് കേട്ടാം. അങ്ങനെയല്ല അപ്പൻ പറഞ്ഞു. എനിക്കൊന്ന് സാബു ലൂക്കാസാരനെ അങ്ങനെ പറഞ്ഞു. മുടിയനായ പുത്രൻ്റെ അപ്പൻ നല്ല മനുഷ്യനായിരുന്നു. അപ്പൻ എന്നാ പറഞ്ഞേ? ഇങ്ങനെ നല്ല ആളുകളെയൊക്കെ കണ്ടുപിടിക്കണം. ഈ മുടിയനായ പുത്രൻ്റെ അപ്പൻ എന്താ പറഞ്ഞത്? ഈ എൻ്റെ മകൻ മരിച്ചവനായിരുന്നു, അവനിപ്പം ജീവിച്ചിരിക്കുന്നു, അവൻ കാണാൻ വന്നിരിക്കുന്നു, അതുകൊണ്ട് അവന് ഏറ്റവും നല്ല വേഷം, പൊന്മോതിരം, വലിയ സദ്യ അതൊക്കെ കൊടുക്കാനായിട്ട് പറഞ്ഞു. അതുകൊണ്ട് നിങ്ങളെപ്പോൾ ദൈവസന്നിധിയിൽ അനുതാപത്തോടുകൂടെ ജീവിതത്തിൻ്റെ പോരായ്മകളെ ഏറ്റുപറയുമോ അപ്പോൾ അവൻ പൂർണ്ണമായി ക്ഷമിക്കുകയും ദൈവമക്കളെന്നുള്ള പദവിയുടെ പൂർണ്ണതയിൽ നിങ്ങളെ സ്വീകരിക്കുകയും ചെയ്യും. ഈ വലതുഭാഗത്തെ കള്ളൻ അതാണ് ചെയ്തത്. ദുഃഖ വെള്ളിയാഴ്ച ഉയർന്ന 4ാമത്തെ കുരിശ് യേശു ക്രിസ്തുവിൻ്റെ കുരിശാണ്. ഇറ്റ് ഈസ് ദി ക്രോസ് ഓഫ് റിഡംഷൻ. അത് വിമോചനത്തിൻ്റെ കുരിശാണ്. എങ്ങനെയാണ് യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് രക്ഷയുടെ കുരിശായത്, വിമോചനത്തിൻ്റെ കുരിശായത്? റോമ ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും ക്രൂരമായ ശിക്ഷാവിധിയാണ് കുരിശുമരണം. യേശു ക്രിസ്തുവിനും 100 വർഷം മുമ്പ് BC 70-ാം ആണ്ടിൽ, 60 വർഷം മുമ്പ് BC 70-ാം ആണ്ടിൽ സ്പാർട്ടക്കസ് എന്ന് പറഞ്ഞൊരു റോമൻ അടിമയുണ്ടായിരുന്നു. അയാൾ റോമിലെ അടിമകളുടെ നേതൃത്വത്തിന് സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയതാണ്. എന്താണ് റോമ ഗവൺമെൻറ് ചെയ്തതെന്നറിയാമോ? റോമ രാജ്യത്തിൻ്റെ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായ റോമ പട്ടണം മുതൽ അന്നത്തെ നാഷണൽ ഹൈവേ ഏപ്പിയൻ റോഡ് അതിഞ്ഞ് മെഡിറ്ററേനിയൻ കടൽ വരെ നീളുന്ന വലിയ പാതയാണ്. ആ പാതയുടെ 2 വശവും ഈ സ്പാർട്ടക്കസിൻ്റെ 6000 അനുയായികളെ നിരത്തി ക്രൂശിച്ചു. പല ഗ്രൂപ്പുകളായിട്ട് ആ റോഡ് മുഴുവൻ ക്രൂശിച്ചു. 6000 പേരെയാണ് ക്രൂശിച്ചത്. യേശുക്രിസ്തുവിനെ ക്രൂശിക്കുന്നതിന് 60 വർഷം മുമ്പ്. അപ്പോൾ ഈ ക്രൂശിൽ തറച്ച് കടന്നവർ, അപ്പം ഈ റോഡിൽ കൂടെ കുതിരവണ്ടിയിലും കഴുതവണ്ടിയിലും രഥങ്ങളിലും എല്ലാ ആളുകൾ അവർക്കെല്ലാം ഇത് കാണാം. ഒരാൾ ക്രൂശി കിടക്കുന്ന കണ്ടിട്ട് ഒരു ഫർലോങ് ചെല്ലുമ്പോൾ വേറൊരാൾ, ഇങ്ങനെയാണ് തുടർച്ചയായിട്ട് ഈ 6000 പേരെ ഇതുപോലെ ക്രൂശിച്ചു കൊല്ലുമായിരുന്നു. അവരവിടെ നിലവിളിച്ച് ദാഹിച്ച് വെള്ളമില്ലാതെ കിടന്ന് ജീവൻ പോകുന്നതിന് മുമ്പേ കഴുകന്മാർ വന്ന് അവരുടെ മാംസമൊക്കെ കൊത്തിപ്പറിച്ച് അങ്ങനെ അവർ മരിക്കുന്നത്. അതുകൊണ്ട് ക്രൂശീകരണം എന്ന് പറഞ്ഞത് റോമ ഗവൺമെൻറ് അതിലെ കുറ്റവാളികൾക്ക് നൽകുന്ന ഏറ്റവും നിന്ദ്യമായ ശിക്ഷാവിധിയാണ്. അതാണ് കുരിശ്. അപ്പം റോമ ഗവൺമെൻറ് നൽകിയ കുരിശ് ശിക്ഷയുടെ, നിന്ദയുടെ, അതിവേദനയുടെ കുരിശാണ്. ആ നിന്ദയുടെ കുരിശിനെ യേശുക്രിസ്തു സ്വീകരിച്ചത് തന്നെ പരിപൂർണമായി ദൈവസന്നിധിയിലും മനുഷ്യവർഗത്തിനു വേണ്ടിയും ബലിയായി അർപ്പിക്കുന്ന യാഗപീഠമായിട്ടാണ്.
അപ്പോൾ അതുകൊണ്ട് ഈ കഴുകുമരത്തെ യേശുക്രിസ്തു അൾത്താരയാക്കി മാറ്റി. യേശുക്രിസ്തു അതിനെ ഒരു ബലിപീഠമാക്കി മാറ്റി. ഒരു ബലിപീഠമായിട്ടാണ് യേശുക്രിസ്തു അതിനെ സ്വീകരിച്ചത്. കഴിവേറി എന്നുള്ള വാക്ക് മലയാളത്തിലെ തരക്കേടില്ലാത്ത സ്റ്റാൻഡേർഡുള്ള ഒരു ചീത്ത വാക്കാണ്. അതത്ര നിന്ദ്യമാണ്. അതോ കഴിവേരെന്നൊക്കെ വിളിച്ചാൽ ഇപ്പം നിങ്ങൾ മാന്യരായതുകൊണ്ട് എന്നെ തല്ലാഞ്ഞ് ഞാനിപ്പം കേരളത്തിലെങ്ങാണോ എന്ന് ആരെങ്കിലും ഇങ്ങനെ വിളിക്കുന്നതെങ്കിൽ എൻ്റെ 2 ചള്ളയ്ക്കും തരക്കേടില്ലാത്ത അടി കിട്ടാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ആ കഴിവേറിയവനെയാണ് നമ്മളിന്ന് ആരാധിക്കുന്നത്. എന്തുകൊണ്ടാണ് കഴിവേറിയവനെ ആരാധിക്കുന്നത്? അവന് നൽകിയ ആ നന്യമായ കഴിവിനെ അവൻ ബലിപീഠമാക്കി മാറ്റി. അതാണ് നമ്മൾ അൾത്താര എന്ന് പറയുന്നത്. ആ അൾത്താരയുടെ മുമ്പിൽ നിന്നാണ് നമ്മുടെ കൊച്ചുങ്ങളെ കല്യാണം കഴിപ്പിക്കുന്നത്. ആ അൾത്താരയുടെ മുമ്പിൽ നിന്നാണ് നമ്മുടെ കുഞ്ഞിനെ കൊണ്ടുവന്ന് മാമോദീസ മുക്കുന്നത്. ആ അൾത്താരയിലാണ് നമ്മളെല്ലാ ഞായറാഴ്ചയും കുർബാന അർപ്പിക്കുന്നത്. ആൻഡ് ദിസ് ഈസ് ദി മാജിക് ഓഫ് ഗുഡ് ഫ്രൈഡേ. ദുഃഖ വെള്ളിയാഴ്ചയുടെ മാന്ത്രികത ഇതാണ്. ഏറ്റവും നിന്ദ്യമായതിനെ, ഏറ്റവും ബീഭത്സമായതിനെ, ഏറ്റവും നികൃഷ്ടമായതിനെ, ഏറ്റവും വേദനാജനകമായതിനെ ഏറ്റവും ദിവ്യമാക്കി മാറ്റുന്ന മാന്ത്രികതയ്ക്ക് പറയുന്ന പേരാണ് ദുഃഖവെള്ളി. നമുക്ക് കാസർഗോഡൊരു ഡഫ് ആൻഡ് ഡംബ് സ്കൂളുണ്ട്. കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ലെങ്കിൽ അതിനുവേണ്ടിയാണ് ഞാനിപ്പം പറഞ്ഞു. ഇപ്പം കേട്ടു. അപ്പം ഞാൻ കഴിഞ്ഞ 5-6 മാസങ്ങൾക്ക് മുമ്പ് ഞാൻ അവിടെ കോഴിക്കോട് അരമനയിലായിരുന്നു. അപ്പം തിരുമേനിയോടൊപ്പം ഈ സ്കൂളിൽ പോയി പിന്നെ അതിൻ്റെ വാർഷിക സമ്മേളനത്തിൽ സംബന്ധിച്ചു. ആ ഭാഗത്ത് മാർത്തോമാക്കാർ ഇല്ല, വളരെ കുറച്ചേ ഉള്ളൂ. അപ്പോൾ ഈ കേൾക്കാൻ പാടില്ലാത്ത, സംസാരിക്കാൻ കഴിവില്ലാത്ത കുട്ടികളെ കൊണ്ടുവന്ന് പഠിപ്പിക്കുന്ന ഒരു സ്കൂളാണ്. ഗവൺമെൻറ് ശമ്പളം കൊടുക്കുന്നത്, നമ്മുടെ എയ്ഡഡ് സ്കൂളാണ്. വലിയ ബിൽഡിങ്ങുകളും മറ്റുമൊക്കെയാണ്. അപ്പം ഞാൻ അവിടുത്തെ ഒരു ടീച്ചറിനെ പരിചയപ്പെട്ടു. അവരൊരു ഹിന്ദു സ്ത്രീയാണ്, ഹിന്ദു വനിതയാണ്. അപ്പം ഞാൻ ചോദിച്ചു എങ്ങനെയാണ്. അപ്പോൾ അവർ ശാസ്താംകോട്ട, കൊല്ലത്തു നിന്ന് എങ്ങനെയാണ് കാസർഗോഡ് വന്നതെന്ന് ചോദിച്ചപ്പോൾ അപ്പോൾ അവർ പറഞ്ഞു, കല്യാണം കഴിഞ്ഞ് എനിക്ക് ജനിച്ച ആദ്യത്തെ കുഞ്ഞ് സംസാരിക്കത്തുമില്ല, ചെവി കേൾക്കത്തുമില്ല. അപ്പം ഞാനങ്ങ് വിഷമിച്ചു. ഭർത്താവിന് ഗൾഫിൽ ഒരു ചെറിയ ജോലിയാണ്, ഒരു മാസം വല്ലതും 8,000 or 10,000 രൂപ അയച്ചു തരും. അദ്ദേഹത്തിന് ഇനി വരാനും ഒക്കത്തില്ല. ഞാൻ ഈ കുഞ്ഞിനെ വളർത്താനൊക്കെ വളരെ ബുദ്ധിമുട്ടി. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ വാളകത്ത്, കൊട്ടാരക്കരയ്ക്ക് അടുത്ത് വാളകത്ത് CSI സഭ നടത്തുന്ന ഒരു ഡഫ് ആൻഡ് ഡംബ് സ്കൂളുണ്ട്. അവിടെ ഈ DEDനുള്ള ആപ്ലിക്കേഷൻ ക്ഷണിച്ചിരിക്കുന്നു. DED എന്ന് പറഞ്ഞത് ഈ ഡഫ് ആൻഡ് ഡംബ് കുട്ടികളെ പഠിപ്പിക്കുന്നതിനുള്ള, ടീച്ചേഴ്സിനെ പരിശീലിപ്പിക്കുന്ന ഒരു കോഴ്സാണ്. അപ്പോൾ ഡിഗ്രി കഴിഞ്ഞവർക്കെല്ലാം അപ്ലൈ ചെയ്യാം. അന്നേരം ഈ യുവതി വിചാരിച്ചു ഞാനിവിടെ പോയി അത് പഠിക്കാം, അപ്പോൾ എൻ്റെ കൊച്ചിനെ എനിക്ക് പരിശീലിപ്പിക്കാമല്ലോ. അങ്ങനെ സ്വന്തം കുഞ്ഞിനെ പഠിപ്പിക്കാനായിട്ട് ഇവർ വാളകത്ത് CSI ഡഫ് ആൻഡ് ഡംബ് സ്കൂളിൽ വന്ന് DEDന് ചേർന്ന്. അവർ ഡിഗ്രി പാസ്സായൊരു ചെറുപ്പക്കാരിയാണ്. അവരവിടുന്ന് 2 വർഷം പഠിച്ച് DED എടുത്ത് വീട്ടിൽ ചെന്ന് ഈ കുഞ്ഞിനെ, അപ്പോൾ അവന് 4-5 വയസ്സ്, അവനെ ഇങ്ങനെ പരിശീലിപ്പിക്കാനായിട്ടൊക്കെ തുടങ്ങി. അപ്പോൾ മനോരമ പത്രത്തിലൊരു പരസ്യം വന്നു, കാസർഗോഡ് മാർത്തോമ ഡഫ് ആൻഡ് ഡംബ് സ്കൂളിൽ അധ്യാപകരെ വേണം. അപ്പോൾ അവർ വിചാരിച്ച് മാർത്തോമാക്കാർ അവരുടെ ആളിനെ എടുക്കത്തുള്ളൂ, എന്നെ എടുക്കത്തില്ല, ഏതായാലും ഒരു അപേക്ഷ കൊടുത്തേക്കാമെന്ന് കരുതി ഇവരൊരു അപേക്ഷ ഇട്ടു. അപേക്ഷ ഇട്ടപ്പോൾ മാർത്തോമാക്കാർ ആരും ഇല്ലായിരുന്നു. ഈ സ്ത്രീയാണ്, ചെറുപ്പക്കാരിയാണ് എടുത്തത്. അവരങ്ങനെ അപ്പം നിങ്ങൾക്കറിയാമല്ലോ, ഈ ഡഫ് ആൻഡ് ഡംബ് സ്കൂളുകൾക്ക് അല്ലെ അധ്യാപകർക്ക് ഹൈസ്കൂൾ അധ്യാപകരുടെ 1.5 ഇരട്ടി ശമ്പളമാണ്. താല്പര്യം ഉണ്ടെങ്കിൽ ഇനിയായാലും പഠിക്കാൻ പോകാവുന്നതാണ്. അപ്പോൾ ഇവരങ്ങനെ അവിടെ ചെന്ന് അധ്യാപികയായിട്ട് ജോലി ചേർന്നു. അമ്മയും കൂടെ കൊണ്ടുപോയി, കുഞ്ഞിനെയും കൂടെ കൊണ്ടുപോയി. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ ഈ കൊറോണയൊക്കെ വന്നപ്പോൾ ഭർത്താവിൻ്റെ ഗൾഫിലുള്ള ജോലി നഷ്ടപ്പെട്ടു. അയാൾ ഇവിടെ വന്നു. അയാൾ ഈ ശാസ്താംകോട്ടയിലെ വീടും 5 സെൻറ്റ് ഭൂമിയും വീടും കൂടെ വിറ്റിട്ട് അവിടെ കാസർഗോഡ് എന്ന സ്കൂളിനടുത്ത് 5 സെൻറ്റ് ഭൂമി, ഒരു കൊച്ചു വീടും കൂടെ അവർ സന്തോഷമായിട്ട് കഴിയുകയാണ്. അപ്പോൾ ഈ ദുഃഖ വെള്ളിയാഴ്ച നമുക്ക് നൽകുന്ന ഒരു വലിയ സന്ദേശമുണ്ട്. ജീവിതത്തിൽ നമുക്ക് വരുന്ന വലിയ അപമാനങ്ങൾ, നിന്ദകൾ, ദുരന്തങ്ങൾ, അതിനെ നമുക്ക് ബലിപീഠങ്ങളാക്കി മാറ്റാം. ആ ബലിപീഠത്തിൽ നിന്ന് നമ്മൾ ഉയർത്തെഴുന്നേൽക്കും. ഈ ഹിന്ദു ചെറുപ്പക്കാരി എന്നെ പഠിപ്പിച്ച ഏറ്റവും വലിയ പാഠം അതാണ്. എനിക്ക് അവരോട് വലിയ ബഹുമാനം തോന്നി. ഇന്ന് അവരുടെ ശാപം, ആ ഭർത്താവ് വീട്ടിൽ തന്നെ ഈ നോക്കി, വീട്ടുകാര്യങ്ങളൊക്കെ നോക്കി അവിടെ കഴിയുകയാണ്. അന്ന് ആ വാർഷികത്തിന് അവരെല്ലാം വന്നിരുന്നു, അമ്മയൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലെ ഒരു ദുരന്തം നിങ്ങളുടെ അവസാനമല്ല, ഒരു നിന്ന അത് നിങ്ങളുടെ അവസാനമല്ല.
നിങ്ങൾ അതിനെ എങ്ങനെ കൺവെർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് പ്രധാനം. ജീവിതത്തിലുണ്ടാകുന്ന ഒരു മഹാദുരന്തം, ഒരു വലിയ നാണക്കേട്, ഒരു വലിയ നഷ്ടം, ഒരു വലിയ രോഗം, നിങ്ങൾ അതിനെ എങ്ങനെ അഭിമുഖീകരിക്കുന്നു? ഞാൻ ജീവിതത്തിൽ ഇപ്പം ഇവിടെ നിന്ന് പറഞ്ഞാൽ തീരാത്തതുപോലെ ദുരന്ത പരമ്പരകളിലൂടെ കടന്നുപോയ ഒരു സുമുഖനാണ്. എല്ലാം കൂടി ഇപ്പം പറയുന്നില്ല, പൊങ്ങച്ചം പറച്ചിലായിപ്പം. ഒരിടത്തും പതറരുത്, നിങ്ങളുടെ നിലപാടിൽ നിന്ന് മാറരുത്, നിങ്ങളുടെ നിർമ്മലത കളയരുത്, നിങ്ങളുടെ ആത്മവിശ്വാസം നഷ്ടപ്പെടുത്തരുത്. 3-ാം ദിവസം നിങ്ങൾക്കൊരു ഉയർത്തെഴുന്നേൽപ്പ് ഉറപ്പാണ്. ആരും ഉയർത്തെഴുന്നേൽക്കാതിരിക്കത്തില്ല. ക്രൂശിനെ യാഗപീഠമാക്കി മാറ്റുന്നവരെല്ലാം ഉയർത്തെഴുന്നേൽക്കും. നീ എന്നെ ക്രൂശിച്ച് എൻ്റെ നെഞ്ചിൽ കുത്തി ഒഴുക്കുന്ന ആ ചോര കൊണ്ട് ഞാൻ സാബു ലൂക്കോസിൻ്റെ പാപം കഴുകിക്കളയും. അതാണ് യാഗം. അങ്ങനെയുള്ളവരാണ് ഉയർത്തെഴുന്നേൽക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ജീവിതത്തിൽ ഉണ്ടാകുന്ന ഈ തകർച്ച മറ്റൊരുവൻ്റെ ഉയർത്തെഴുന്നേൽപ്പിന് വേണ്ടി ഞാൻ ഉപയോഗിക്കുമെങ്കിൽ അതിനെയാണ് കാൽവറിയിലെ ക്രൂശ് എന്ന് പറയുന്നത്. അത് ശത്രുക്കൾ കെട്ടിയേൽപ്പിച്ച കുരിശാണ്. യേശു അതിനെ പാപമോചനത്തിൻ്റെ സ്വർണ്ണബിംബമാക്കി മാറ്റി, സ്വർണ്ണചിഹ്നമാക്കി മാറ്റി. അങ്ങനെയാണ് കാൽവറിയിലെ നിന്യമായ കുരിശ് നമ്മുടെ പള്ളിയുടെ, സെൻറ്റ് ജോൺസ് പള്ളിയുടെ മധുബഹായ ഇന്ന് അലങ്കരിക്കുന്നത്. അതുകൊണ്ട് ഈ ക്രൂശിനെ കുറിച്ചുള്ള നമ്മുടെ ധാരണ വളരെ പ്രധാനപ്പെട്ടതാണ്. ജീവിതത്തിൽ ക്രൂശാനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ ബലിപീഠമാക്കി കാണണം. ചില ദുരിതങ്ങൾ, മഹാരോഗങ്ങൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, കുടുംബ ഛിദ്രങ്ങൾ, ഫെയിലിയേഴ്സ് ഇൻ ലൈഫ്, ഇതെല്ലാം ജീവിതത്തിൽ ആർക്കും വരാം. എത്ര ഉന്നതരാണെങ്കിലും ഇത് സംഭവിക്കാം. എന്നാൽ അതിനെ അഭിമുഖീകരിക്കുവാനുള്ള ട്രെയിനിങ്ങാണ് ഈ ദുഃഖ വെള്ളിയാഴ്ചയിലെ ശുശ്രൂഷ. അതാണ് നമ്മളെല്ലാവരും രാവിലെ 8:30 വന്ന് ഇനി 2-3 മണിവരെ ഇവിടെ കുമ്പിടുകയും വളരെ പതിഞ്ഞ ഈണത്തിൽ ആ പാട്ടുകളൊക്കെ പാടുകയും അതിനെ ഇങ്ങനെ ധ്യാനിക്കുകയും ചെയ്യുന്നത്. അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു വലിയ പാഠമാണ്. ദുഃഖവെള്ളിയിലെ 5-ാമത്തെ കുരിശ് പത്രോസിൻ്റെ കുരിശാണ്. ദ ക്രോസ് ഓഫ് അവെയർനെസ്. പത്രോസ് ജീവിതത്തിൽ ക്രൂശാനുഭവത്തിലൂടെ കടന്നുപോയ ഒരാളാണ്. എന്താണ് ആ ക്രൂശിൻ്റെ പ്രത്യേകത? ലൂക്കോസിൻ്റെ സുവിശേഷം 22-ാം അധ്യായത്തിൻ്റെ 54 മുതൽ 62 വരെയുള്ള വാക്യങ്ങൾ ഇന്ന് ഞാനിവിടെ ഏവൻഗേലിയോനായിട്ട് വായിച്ചതാണ്. അവിടെ സ്വന്തം ഗുരുവിനെ പത്രോസ് തള്ളി പറയുകയാണ്. നീയും അവനോട് കൂടെ ഉള്ളവൻ. പത്രോസ് പറഞ്ഞല്ല, അസാധാരണ തൊലിക്കട്ടിയാണ് ഇങ്ങർക്ക്, മുക്കുവനാണല്ലോ, അതുകൊണ്ടായിരിക്കണം അത്രയും തൊലിക്കട്ടി. രണ്ടാമതൊരു പെണ്ണ് വന്ന് ചോദിക്കുന്നു, അയ്യോ നിൻ്റെ ഉച്ചാരണം അതുപോലെ തന്നെ ഇരിക്കുന്നു. ഗലീലക്കാരുടെ ആക്സെൻ്റ്, ഇപ്പം ഇന്ത്യൻ ഇംഗ്ലീഷും അമേരിക്കൻ ഇംഗ്ലീഷും ആക്സെൻറ്റിൽ വ്യത്യാസമുണ്ട്. അതുപോലെ നിൻ്റെ ഉച്ചാരണം അതുപോലെ ഇരിക്കുന്നു. ഞാൻ അവനെ കണ്ടിട്ടുമില്ല, അറിഞ്ഞിട്ടുമില്ല, ഞാനും അവനും തമ്മിൽ ഒരു ബന്ധവുമില്ല, ഇയാൾക്ക് ഇതെങ്ങനെ പറയാൻ തോന്നിക്കുന്നു. പക്ഷെ എന്തു ചെയ്തു? മൂന്നാമതും തള്ളി പറഞ്ഞപ്പോൾ കോഴി കൂവിയപ്പോൾ യേശുക്രിസ്തു പറഞ്ഞത് പത്രോസ് ഓർത്തു. എന്തു ചെയ്തു? പൊട്ടിക്കരഞ്ഞു. ഈ പത്രോസിൻ്റെ ജീവിതം മുഴുവൻ നമ്മൾ പരിശോധിക്കാമെങ്കിൽ ജീവിതാവസാനം വരെ ഇതുപോലുള്ള തെറ്റുകൾ, പാളിച്ചകൾ പത്രോസിന് സംഭവിച്ചിട്ടുണ്ട്. ഒരു പാളിച്ചയിലും ഇദ്ദേഹം കുടുങ്ങിക്കിടന്നില്ല. എല്ലാം അദ്ദേഹം തിരുത്തുന്നുണ്ട്. പത്രോസിനെ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 10-ാം അധ്യായത്തിൽ ഒരു ദർശനം ഉണ്ടാകുന്നു. 4 കോണും കെട്ടിയ ഒരു ദുപ്പട്ടി ഇറങ്ങി വരുന്നു. ലോകത്തുള്ള എല്ലാ മൃഗജാലങ്ങളും അതിനകത്തുണ്ട്. അറുത്ത് തിന്നുക എന്നുള്ള സന്ദേശം. പത്രോസ് പറഞ്ഞു, പറ്റത്തില്ല, ഞാൻ യഹൂദനാണ്, ശുദ്ധിയുള്ള മൃഗങ്ങളുമുണ്ട് അശുദ്ധിയുള്ള മൃഗങ്ങളുമുണ്ട്, ശുദ്ധിയുള്ളതിനെ ഞാൻ അറുത്ത് തിന്നത്തുള്ളൂ. അദ്ദേഹം പിന്നീട് തിരുത്തിയിട്ട് കൊർന്നല്യോസിൻ്റെ ഭവനത്തിൽ പോയി വിജാതീയനായ അദ്ദേഹത്തോട് സുവിശേഷം പറയുന്നുണ്ട്. യേശുക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് കഴിഞ്ഞതിന് ശേഷം മീൻ പിടിക്കാൻ പോവുകയാണ്, പഴയ പണിക്ക് വീണ്ടും പോവുകയാണ്. പക്ഷേ യേശുക്രിസ്തു പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞപ്പോൾ പത്രോസ് അത് സ്വീകരിക്കുകയാണ്.
അന്ത്യോക്യയിൽ സുവിശേഷം അറിയിക്കാനായിട്ട് പോയപ്പോൾ അവിടെയുള്ള യഹൂദന്മാർ പറഞ്ഞു പുറജാതികളുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാതെ നമുക്ക് യോജിക്കത്തില്ല. പത്രോസ് അത് കേട്ടു. പത്രോസ് പുറജാതികളോട് ഭക്ഷണത്തിന് കഴിക്കാതെ യഹൂദന്മാരോട് കൂടെ ഭക്ഷണത്തിരുന്നു. എന്നിട്ട് പിന്നെ ഇത് ആരാ തിരുത്തിയെന്നറിയാമോ? ആരാ തിരുത്തിയത്? ഗലാത്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യം. പൗലോസാണ് തിരുത്തിയത്. പത്രോസിന് ശേഷം വളരെ വർഷങ്ങൾ കഴിഞ്ഞ് മാനസാന്തരപ്പെട്ട് സഭയിൽ വന്ന പൗലോസ് അദ്ദേഹത്തെ തർജ്ജനം ചെയ്ത് ശാസിച്ചു. ഇയാളാണോ താക്കോലും കൊണ്ട് നടക്കുന്ന ആള്? പത്രോസ് അത് കേട്ടു. നീ ആരാ എന്നെ ഉപദേശിക്കാൻ? എനിക്ക് ശേഷം എത്രയോ കഴിഞ്ഞാൽ നീ ഇങ്ങോട്ട് കയറി വന്നേ. ഞാൻ 1964 മുതലേ ഈ സെൻറ്റ് ജോൺസിലുള്ളവനാ. നീ മെനിഞ്ഞാന്നല്ലേ ഒരു നേഴ്സിനെയും കെട്ടിക്കൊണ്ട് ഇവിടെ വന്നേ. അതുകൊണ്ട് നീ വേണ്ടണ്ട, നീ ഇടവ സംഘത്തിൽ അടങ്ങിയിരുന്നാൽ മതി. അങ്ങനെ പത്രോസ് പറഞ്ഞോ? ഇല്ല, ഞാൻ ചെയ്തത് തെറ്റ്, നീ പറഞ്ഞത് ശരി, ഞാൻ അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞു. അതാണ് പത്രോസ്. ആൻഡ് ഹീ ബെയർ ദ ക്രോസ് ഓഫ് അവെയർനെസ്. എപ്പോഴും അബദ്ധം പറ്റുമ്പോൾ അതിൽ നിന്ന് എൻലൈറ്റൻമെൻറ്റിലേക്ക്, പ്രകാശത്തിലേക്ക്, ബോധത്തിൽ അദ്ദേഹം മാറി. എന്നിട്ട് ഒടുവിൽ പത്രോസ് റോമിൽ പോയി. റോമിലെ ക്രിസ്തുമത സ്ഥാപകൻ പത്രോസും കൂടെയാണ്. അവിടെ ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്ന സമയം വന്നപ്പോൾ ഉടനെ മരിക്കണ്ടെന്ന് കരുതി ഇദ്ദേഹം തിരിച്ചിഞ്ഞ് നാട്ടിലോട്ട് വരാനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ ഏപ്പിയൻ പാതയിലൂടെ നടക്കുകയാണ്. അദ്ദേഹം അവിടെ നിന്ന് രക്ഷപ്പെട്ട് നടന്നിങ്ങോട്ട് വരുമ്പോൾ കാണാം യേശു ക്രിസ്തു തിരിച്ചങ്ങോട്ട് പോകുന്നു. അപ്പം പത്രോസ് ചോദിച്ചു, ക്വാവാദിസ്, നീ എവിടെ പോകുന്നു? ഉയർത്തെഴുന്നേറ്റ കർത്താവിനോട് ചോദിച്ചു, നീ എവിടെ പോകുന്നു? ഉയർത്തെഴുന്നേറ്റ കർത്താവ് പത്രോസിനോട് പറഞ്ഞു, ഞാൻ റോമിലേക്ക് പോവുകയാണ്, ഞാൻ ഒന്നുകൂടെ ക്രൂശിക്കപ്പെടാനായിട്ട് പോവുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ പത്രോസിന് മനസ്സിലായി, ഞാൻ ഏൽക്കേണ്ട കുരിശ് അവൻ വീണ്ടും ഏൽക്കാൻ പോവുകയാണെന്ന്. പത്രോസ് യേശുവിനോട് പറഞ്ഞു, ഞാൻ തിരിച്ചു പൊക്കോളാം, ഞാൻ പോയി ക്രൂശി വരിച്ചോളാം. പത്രോസ് തിരികെ റോമിൽ ചെന്ന് അവിടെ വെച്ച് ക്രൂശിക്കപ്പെട്ടു. അപ്പോൾ അവരോട് പറഞ്ഞു, എൻ്റെ നാഥനെ നിങ്ങൾ തലമേലായിട്ടാണ് ക്രൂശിച്ചത്, എന്നെ നിങ്ങൾ തലകീഴായി ക്രൂശിക്കണമെന്ന് പറഞ്ഞു. ആൻഡ് ദാറ്റ് ഈസ് ദ ക്രോസ് ഓഫ് അവെയർനെസ്. അതുകൊണ്ട് ഈ സുബോധത്തിൻ്റെ, തിരിച്ചറിവിൻ്റെ കുരിശ് നമുക്ക് നല്ലതാണ്. രക്ഷയുടെ കുരിശ് നമുക്ക് നല്ലതാണ്. അനുതാപത്തിൻ്റെ കുരിശ് നമുക്ക് നല്ലതാണ്. നമ്മൾ ഈ ദുഃഖ വെള്ളിയാഴ്ച ആചരിക്കുമ്പോൾ എല്ലാ വർഷവും നമ്മൾ ആവർത്തിക്കുന്ന ഒരു അനുഷ്ഠാനത്തിൻ്റെ ആവർത്തനം എന്നുള്ളതിനേക്കാൾ ഉപരി ജീവിതത്തിൽ നാം നേരിടുന്ന ക്രൂശാനുഭവങ്ങളെ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്, എങ്ങനെയാണത് രക്ഷാനുഭവത്തിൻ്റെ ആഘോഷമാക്കി മാറ്റേണ്ടത് എന്നുള്ള തിരിച്ചറിവിലേക്ക് നമുക്ക് ഈ പ്രാവശ്യം പ്രവേശിക്കണം. അതിനായിട്ട് നമ്മുടെ ഇന്നത്തെ ഈ ദുഃഖ വെള്ളിയാഴ്ചയുടെ ആരാധനയും ആചരണവും ഇടയായിത്തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനം കേട്ട നിങ്ങളെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം.